വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ പരിപാടി ശ്രവിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മലബാർ ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ, ഇന്നിവിടെ നമ്മുടെ ഡോപ്പ മലബാർ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഈ ചടങ്ങിൽ എനിക്ക് തോന്നുന്നു വളരെ വിശദമായിട്ട് തന്നെ എന്താണ് ഡോപ്പ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മുൻപ് സംസാരിച്ചവർ, പ്രത്യേകിച്ച് ഡോക്ടർ ആഷിഖ് വളരെ വിശദമായിട്ട് സംസാരിച്ചു. എനിക്ക് അതിനോട് ചേർത്ത് വെക്കാനുള്ള കാര്യവും ആദ്യം ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതിന് മുൻപ് മലബാർ സ്കൂളിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയാമെന്ന് ഞാൻ കരുതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ വളരെ വലിയ അക്ഷരത്തിൽ ഇവിടെ നിന്ന് നോക്കിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് എന്നുള്ള ഒരു പേര് കാണുന്നുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം വരുന്നത് മലബാർ ഇൻ്റർനാഷണൽ സ്കൂളിലാണ്. എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ് തൊട്ട് തന്നെ, അതായത് 1ാം ക്ലാസ് തൊട്ട് തന്നെയുള്ള കുട്ടികൾ ഈ AI പോലെയുള്ള പുതിയ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം എന്താണോ അത് നേടിക്കൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികൾക്ക് കരിയറിൻ്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ സംസാരിക്കുന്നതിന് മുൻപ് ഡോക്ടർ ആഷിഖുമായിട്ട് എന്തായിരിക്കും ഡോപ്പ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചെയ്യുക എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ കരിയർ ഡിസിഷൻ മേക്കിങ്ങിൽ, ഞാനത് പ്രധാനമായിട്ടും പറയുന്നത് ഇവിടെ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരോടാണ്. കരിയർ തീരുമാനിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വളരെ വൈകി തീരുമാനമെടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഒരു +2 ഒക്കെ പഠിക്കുന്ന കുട്ടിയോട് എന്താണ് കരിയർ ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 പരീക്ഷ വരാൻ പോകുന്നല്ലേ ഉള്ളൂ, അതിന് ശേഷം തീരുമാനിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾ അയാളുടെ ജീവിതകാലം മുഴുവൻ അയാളുടെ ഐഡന്റിറ്റി ആയിട്ട് മാറിയേക്കാവുന്ന ഒരു കാര്യം. ഈ കരിയർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മളെ ജീവിതത്തിൽ നമ്മൾ മരിക്കോളം, ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ എല്ലാ കാലവും ഡോക്ടറാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈറ്റിലാണ്. ഒരാൾ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു, എന്താ പഠിച്ചതെന്നൊക്കെ ചോദിക്കുക നാട്ടിൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളെ ജീവിതത്തോട് കാലാകാലവും ചേർത്ത് വെക്കേണ്ടുന്ന ഒരു ഐഡന്റിറ്റി, അത് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വളരെ ഒരു 3-4 ആൾക്കാരോട് സംസാരിച്ചിട്ട് വളരെ ലളിതമായിട്ട് ഫിക്സ് ചെയ്യുന്ന പോലെയാണ് പല ആളുകളും സംസാരിക്കാറുള്ളത്. പക്ഷെ അതല്ല, ഇത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഇത് എൻ്റെ ഐഡന്റിറ്റി ആയിട്ട് മാറേണ്ടതാണ്, ഞാൻ എൻ്റെ ഒരു പാഷൻ പോലെ കാണേണ്ടതാണെന്നൊക്കെ തീരുമാനിച്ച് ആ ഒരു തീരുമാനം എടുക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ മലബാർ ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്, ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം തന്നെ അവർക്കൊരു കരിയർ കൂടി ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരം. അതുപോലെ തന്നെ മിക്ക ആളുകൾക്കും വരുന്ന ഒരു പ്രശ്നമാണ് +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ബ്രേക്ക് എടുത്ത് അതിനുശേഷം എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യുന്നൊക്കെ ഉള്ള രീതി. ഇത് കരിയറിൽ വലിയ ഗ്യാപ്പ് സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ശേഷം വരുന്ന ജനറേഷൻ എത്രമാത്രം കേപ്പബിൾ ആണെന്ന് ചിന്തിക്കാം. നമുക്ക് പിന്നാലെ വരുന്നവർ നമ്മളെക്കാളും സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എത്രയും വേഗം കഴിച്ചിലാവാനാ നോക്കണ്ട, അല്ലാണ്ട് സമയമുണ്ട് എന്ന് കരുതരുത് വെറുതെ. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ, ഞാൻ ഇവിടെ ഈ സ്കൂളിലുള്ള അധ്യാപകരിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതായത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ അതീവ താല്പര്യത്തോടെയാണ് പുതിയ ടെക്നോളജികളെയും മറ്റു കാര്യങ്ങളെയൊക്കെ കാണുന്നത്. ഒരു ഇന്റർവെല്ല് കിട്ടിക്കഴിഞ്ഞാൽ നേരെ AI ലാബിൽ വരും. എനിക്കൊന്ന് AI ലാബിലെ ഫാക്കൽറ്റിയൊക്കെ അത് സാക്ഷ്യം വെക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അത്രയധികം പുതിയ കാര്യങ്ങളിൽ ആകൃഷ്ടരാണ് എന്നുള്ളതാണ്. ഈ കാര്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇത് നിലവിലുള്ളതാട്ടോ. അപ്പോൾ എന്നെക്കാളും കോമ്പീറ്റൻ്റ് ആയിരിക്കും എൻ്റെ പിന്നാലെ വരുന്ന ജനറേഷൻ, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ അതിനേക്കാളും കോമ്പീറ്റൻ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ വിരൽ തുമ്പിൽ ലോകത്തുള്ള ഏത് ഇൻഫോർമേഷനും അവൈലബിൾ ആണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ഇന്ന് ഒരു മുതിർന്ന ആളോട് ചോദിക്കാതെ തന്നെ നടത്തിയെടുക്കാനുള്ള ഒരു എബിലിറ്റി അവർക്കുണ്ട്. ഇൻഫോർമേഷൻ അവർക്ക് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ മെച്യൂരിറ്റിയും അവർക്ക് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പകരം പറയുന്നത് അവർക്ക് എന്ത് കാര്യങ്ങളിലും ഒരു ഇൻഫോർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള, എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെക്കാൾ ഒരുപാട് മുകളിൽ പോകാനുള്ള ശേഷിയോട് കൂടിയിട്ടാണ് അടുത്ത ജനറേഷൻ ഉയർന്നു വരുന്നത്. അപ്പോൾ ആ ജനറേഷൻ നമ്മളോട് കോമ്പറ്റീഷൻ വരുന്നതിന് മുൻപേ നമ്മൾ എത്രയും പെട്ടെന്ന് കയറി പോകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കരിയറിൽ ഒരു 1 ഇയർ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ പ്രതിഫലിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ പരമാവധി ഹയർ സെക്കൻഡറിയോട് കൂടെ തന്നെ നമ്മുടെ എൻട്രൻസിന് വേണ്ടുന്ന പ്രിപ്പറേഷനും ചെയ്ത് +2 കഴിയുമ്പോൾ അതിൻ്റെ കൂടെ അത്തരം ഒരു നേട്ടത്തിലേക്ക് നിങ്ങളെ എത്താൻ പ്രാപ്തരാക്കുന്ന ഈ ഡോപ്പ മലബാർ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഞാൻ ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ്.
ഇത്തരത്തിലുള്ള ഒരു സംരംഭം എനിക്ക് തോന്നുന്നു ഒരു സ്കൂളിൻ്റെ ഒരു വൈഡർ വിഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കേരളത്തിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യകളെ സ്കൂൾ പഠനത്തോടൊപ്പം കൊടുക്കുകയും അതിൻ്റെ പ്രായോഗിക പരിശീലനം നൽകാൻ വേണ്ടുന്ന അത്യാവശ്യം ഒരുപാട് പൈസ മുടക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് സ്ഥാപിക്കാനുമുള്ള ഒരു തീരുമാനമെടുത്ത ഒരു മാനേജ്മെൻറ്റ് അവർ ഇപ്പോൾ സ്കൂളിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പോൾ അത്തരം തീരുമാനത്തിൽ എല്ലാ കാര്യങ്ങളിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വിഷയത്തോടുള്ള ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്ന ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാര്യങ്ങൾ ഇപ്പോൾ എത്ര വേണമെന്നുണ്ടെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ സ്കൂളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയും. അല്ലെങ്കിൽ ഇത് മാനേജ്മെൻറ്റിന് വ്യക്തമായിട്ടുള്ള ദിശാബോധമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കാൻ കഴിയും. പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ച് ബെസ്റ്റ് റിസൾട്ടുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടത് സ്കൂളിൻ്റെ ഉത്തരവാദിത്തമാണ്, കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ നേരത്തെ ഡ്രീം ദം എന്നുള്ള പ്രോജക്റ്റിൽ കഴിഞ്ഞ വർഷം രാജ്യവ്യാപകമായിട്ട് നടന്ന പരീക്ഷയിൽ ആദ്യ 10ൽ ആദ്യ 3 പേരും നമ്മുടെ സ്കൂളിൽ നിന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് വളരെ വിജയകരമായിട്ടുള്ള റിസൾട്ടുകൾ സ്കൂളിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം ഒരു സ്കൂളിൽ നമ്മുടെ പ്രൊജക്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് ഉണ്ട് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ടെക്നോളജികൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം മേഖലയിലേക്ക് വരുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഈ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഡോക്ടർ മേഖലയിൽ ഇനി ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ വരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തേതിനേക്കാൾ കൂടുതൽ ഡോക്ടർമാർ ഭാവിയിൽ വേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇന്നത്തേതിനേക്കാൾ കൂടുതൽ ഡോക്ടർ വേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എന്നുള്ളത് വെറും മരുന്ന് എഴുതുക എന്നുള്ളത് മാത്രമല്ല, ഡോക്ടർ എന്ന് പറയുന്നത് ഒരു മാനുഷിക മുഖം കൂടിയാണ്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രോഗങ്ങളും എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള രോഗങ്ങൾ മാത്രമാവില്ല. നമ്മുടെ രോഗങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സ്വഭാവം കൂടെ ഉണ്ടാവും. നമുക്ക് മനസ്സിന് സമാധാനം കിട്ടേണ്ടുന്ന കാര്യങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ചിൽ നിന്ന് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളുള്ള ഡോക്ടർമാരുടെ ഒരുപാട് ആവശ്യകത വരും. ഭാവിയിൽ AI വന്നിട്ട് സ്കൂളിൽ പഠിപ്പിക്കൊന്നുമില്ല, ഒരുപാട് അധ്യാപകർ വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തേതിനേക്കാൾ കുറഞ്ഞ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോയിൽ കൂടുതൽ അധ്യാപകർ വേണം. ഓരോ കുട്ടിയുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കെയറും മറ്റും കൊടുക്കുന്ന അധ്യാപകർ വേണം. അപ്പോൾ ഏത് ടെക്നോളജി വരുമ്പോഴും അത് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതും, എങ്ങനെ കൂടുതൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ജോലികൾ ഒഴിവാക്കിയിട്ട് കൂടുതൽ മാനുഷിക മുഖം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജിയൊക്കെ കൂടുതൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക. അപ്പോൾ അത്തരം ഒരു ലോകത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് ഭാവിയിലെ ഡോക്ടർമാരെയും ഭാവിയിലെ ടെക്നോളജിസ്റ്റുകളെയൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സ്കൂളായിട്ട് മലബാർ ഇന്റർനാഷണൽ സ്കൂളിന് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.